ലവലോലിക്ക അച്ചാറിടാം. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇടാം, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തീ കുറച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. വിനാഗിരി വേണമെന്നുള്ളവർക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തൊഴിച്ച് തിളപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വിനാഗിരി ചേർക്കുന്നില്ല. ഉപ്പും കൂടി നമ്മളിട്ട് പൊടികളുടെ കൂട്ടത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ എണ്ണ തെളിയുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അച്ചാറിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന രൂപിക്കയും കൂടി ഇടാം. പിന്നെ കായപ്പൊടിയോ കായത്തിൻ്റെ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം നമുക്കതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് ഇളക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.